ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. എൻ്റെ പതിവ് വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വാർത്തകളും ഇന്നത്തെ എൻ്റെ അനുഭവങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. നിത്യവും എൻ്റെ വിശേഷങ്ങൾ തന്നെയാണ്. എൻ്റെ ജീവിതത്തിലൂടെ ഒരു ദിവസം എന്തൊക്കെ കടന്നു പോകുന്നു അതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞാൻ നിത്യവും ഷെയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ വാർത്തകളുമായിട്ട് നമുക്ക് തുടരാം. എല്ലാവരും രാത്രി അത്താഴമൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഒന്നിനും സമയം കിട്ടുന്നില്ല. വീഡിയോസൊക്കെ എടുക്കുന്നു, ഇടണം, വീട്ടിലെ ജോലി, അങ്ങനെ നമുക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇതിനിടയിൽ ലൈവ്, അങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തെന്ന് വെച്ചാൽ, ഇതിപ്പോൾ എൻ്റെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ മനസ്സിലായിരിക്കും സംഭവം എന്താണ് ഏതാണെന്നൊക്കെ. അപ്പോൾ ഇന്നതെനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആൾക്കാർ, നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇപ്പോഴും നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. അവരിപ്പോഴും പഴയ കാലഘട്ടത്തിലൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ. പഴയ കാലഘട്ടത്തിലൂടെ തന്നെയാണ് പോകുന്നത്. അവർക്കൊന്നും ഒരു മാറ്റവും. മാറണം സുഹൃത്തുക്കളെ, മാറണം. എല്ലാവരും മാറി നമ്മുടേതായ രീതിക്ക് മാറുക. ഇല്ലെങ്കിൽ കണ്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കണ്ടും കേട്ടും, മെയിനായിട്ട് അപ്പനെയും അമ്മയും കണ്ട് തന്നെയാണ് മക്കൾ വളരുന്നത് കേട്ടോ. അപ്പനും അമ്മയും നേരായ മാർഗത്തിലൂടെ പോയ മക്കളും അങ്ങനെ തന്നെയാണ്. പഴയ കാലത്ത് അങ്ങനെയാണ്. ഇപ്പം ന്യൂ ജനറേഷൻ മക്കൾ താളം തെറ്റിപ്പോണ്. എന്നാലും നമ്മളെ കടമ ചെയ്യുക. അച്ഛനും അമ്മയെന്ന് പറയണം, നമ്മളെ കടമ ചെയ്യുക. നമ്മൾ നല്ല മാതൃക കാണിച്ച് കുട്ടികളെ വളർത്തുക. പിന്നെ വഴി തെറ്റുന്നത് അത് അവരുടെ ഇത്. എന്നാലും പിന്നെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തന്നെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റണം, നമ്മളെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ, നല്ല വിദ്യാഭ്യാസം കൊടുത്ത്, നല്ല സ്വഭാവത്തോടെ, നല്ല അനുസരണയോടെ അവരെ നമ്മൾ വളർത്തി വിട്ടു എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവണം. പിന്നെ പിള്ളേർ വളരുമ്പോൾ അവരവരുടെ രീതിക്ക് പോകും. എന്നാലും നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട്, എൻ്റെ മോനെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്, എന്നിട്ടും പിന്നെ എന്തേ അവൻ ഇങ്ങനെ ആയിപ്പോയെന്ന് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് എനിക്ക് ഒരു അനുഭവം നമുക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇത് കേൾക്കുമ്പം കാരണം അറിയാൻ പറ്റും. എൻ്റെ പൊന്നോ, നമ്മളൊരു സ്ഥലത്ത് പോയി കേട്ടോ. സ്ഥലവും സംഭവമൊന്നും ഇതിൽ നമ്മൾ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും ഒരു കോളനിയാണ് കേട്ടോ. ഒരു കോളനിയിലാണ് സംഭവം. ഒരു കോളനിയിൽ നേരിട്ട് കണ്ടൊരു അനുഭവം, എൻ്റെ ഇന്നത്തെ ഒരു അനുഭവമാണ് ഞാൻ പറയണം. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്ക്. വഴക്കെന്ന് പറഞ്ഞാൽ പെരുത്ത വഴക്ക്. അപ്പോൾ ഇതിനിടയിൽ ഈ പെണ്ണുങ്ങൾ മക്കളൊക്കെ അതിനടുത്ത് നിൽക്കുന്നേവാ. ഒരമ്മയുടെ സൈഡിൽ അവരെ മക്കൾ, അടുത്ത അമ്മയുടെ സൈഡിൽ അടുത്ത മക്കൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിൽക്കണം. അമ്മമാർ തമ്മിൽ വഴക്ക്, തമ്മിൽ പറയാം. പക്ഷേ ഇതെന്തോന്നറിയാം, കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് പിന്നെയും കേൾക്കാനൊരിതുണ്ടെന്ന് പറയാം. അതിനേക്കാളും ഇതായിട്ടുള്ള തെറിവിളി നമുക്കിതിലൂടെ ഒന്നും പറയാൻ പറ്റില്ല. കേട്ടാൽ അറച്ചു പോകുന്ന വാക്കുകൾ. ഇങ്ങനെയും പെണ്ണുങ്ങൾ തെറി വിളിക്കുമല്ല എന്നാണ് എൻ്റെ ഒരിത്. ആരോ വിളിക്കുന്നുണ്ട്, എൻ്റെ മോനാണോ ആരാണോ എന്തോ. ആരായാലും ഫോണിനിപ്പം കോള് കട്ടാവട്ടെ. ഞാനിനിപ്പോൾ കോള് കട്ടാകുമ്പോൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കട്ടായിപ്പോവും. പിന്നെ വീണ്ടും ഞാൻ എടുക്കേണ്ടി വരും. ഇതാണ്, നമുക്ക് സ്വസ്ഥതയായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കൊണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ, കോള് കട്ടായപ്പോൾ വീഡിയോ കട്ടായി. ഇതിന് ഞാൻ എഡിറ്റ് ചെയ്യേണ്ടി വരണം. ഇനിയിപ്പോൾ എഡിറ്റിംഗ് ആവുമെന്ന് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് എടുത്ത് അങ്ങ് ഇടുകയാണ് ചെയ്യണത്. എഡിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ ഓവറാകുമ്പോഴത്തേക്ക് എഡിറ്റിങ്ങും ആവണില്ല. സ്റ്റോറേജൊക്കെ ഫുള്ളായി അത് എഡിറ്റിംഗ് ആവേയില്ല. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെയാണ്. ഞാനിതിപ്പോൾ ഒറ്റ വീഡിയോ ആയിട്ട് അങ്ങിടാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കാണ് കോള് കയറി വന്നത്. അപ്പോഴത്തേക്കുണ്ടല്ലോ, എനിക്ക് വയ്യ. നമ്മൾ നിൽക്കുക, ആണുങ്ങളും പെണ്ണുങ്ങളും ഞങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ചെവിയിൽ പഞ്ഞി വെച്ചോണ്ട് നിന്നാൽ തമ്മിൽ ജയിക്കിട്ടെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് തെറിവിളി കേട്ടത്. പുറമേ നിന്നൊരു തെറിവിളി കേട്ടത് ഇന്നാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ അങ്ങനെ തെറിവിളി കേട്ടിട്ടില്ലേ എന്ന്.
ഇതുപോലെ കുറേ നല്ല സാധനങ്ങൾ നമ്മുടെ ലൈവിൽ വന്ന് വിളിക്കാറുണ്ട്. എന്നാലും നേരിട്ട് നമ്മുടെ ചെവിയിലൂടെ മറ്റൊരാൾ ഡയറക്റ്റ് കേൾക്കുന്നത്, നമ്മുടെ എഴുത്താണല്ലോ കാണുന്നത്, ഇത് നമ്മുടെ ചെവിയിൽ ഡയറക്റ്റ്. ഇതുപോലെ കുറേ എണ്ണമാണ് നമ്മുടെ ലൈവിലും വന്നൊക്കെ കുത്തിപ്പിടിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പനായാലും അമ്മയായാലും നിങ്ങളും കുറച്ചുകൂടെയൊക്കെ മാന്യതയോടെയൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ കുറച്ചുകൂടെയൊക്കെ മാന്യതയായിട്ട് പോവുക കേട്ടോ. നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞു മക്കളെ ഏതിലൊന്നും എന്തോ ആണ് കേട്ടോ, കുഞ്ഞു പിള്ളേർ തമ്മിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടി അതിനെ സംബന്ധിച്ചിട്ടൊക്കെയാണ് വഴക്കുകളായത്. ഇതൊക്കെ കണ്ടാണല്ലോ പിള്ളേർ വളരുന്നത്, അതും അവരും അതിൻ്റെ പകുതിയൊന്നും കാണിക്കാതിരിക്കുമോ? പിള്ളേർ തമ്മിലുള്ള എന്തോ പ്രശ്നത്തിന് അമ്മമാർ തമ്മിൽ വഴക്കും, കത്തി കൊടുത്ത് അപ്പം രണ്ടുപേരും വെട്ടി, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. മരണം നടക്കുന്നത് ഇങ്ങനെയാണ്, കൊലയൊക്കെ നടക്കുന്നത് ഇങ്ങനെയാണ്. തമ്മിൽ പോരാട്ടം, ഞാൻ ജയിക്കട്ടെ എന്നുള്ള പോരാട്ടം. അയ്യോ എനിക്ക് വയ്യ. ഞങ്ങളെല്ലാം കൂടെ കേട്ട് ഞങ്ങൾക്ക് ചിരിക്കണോ കരയണോ എന്ത് പറയണമെന്നുള്ള പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് കണ്ടതുകൊണ്ട് നിങ്ങളോടൊന്ന് എനിക്കിത് പറയണമെന്ന് തോന്നി. അപ്പം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് നിങ്ങൾ നിർത്തി വെച്ചിട്ട് കുറച്ച് നമുക്ക് കിട്ടുന്ന ഇത്തിരി ജീവിതം, ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഇത്തിരി ജീവിതം നന്നായിട്ട് ജീവിക്കാൻ നോക്കുക. പരസ്പരം വെട്ടിമുറിക്കാനോ തമ്മിൽ പറഞ്ഞോ ജയിക്കാൻ വേണ്ടിയിട്ട് ആരും നോക്കരുത്. ആർക്കും നമ്മൾ തമ്മിൽ പറഞ്ഞ് നമ്മൾ ആരും ജയിക്കാൻ പോണില്ല. ഈ പറയണ എല്ലാവരും നമ്മളെല്ലാം ഒരിടത്ത് പോകേണ്ട ആൾക്കാരാണ്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, തമ്മിൽ വഴക്കിന് പോകാതെയും തമ്മിൽ കത്തിക്കുത്തിന് പോകാതെയും നല്ലതായിട്ട് കുറച്ച് നാളുകൾ നന്മകൾ ചെയ്ത് ജീവിക്കാൻ നോക്കുക. ഞാൻ പറയാൻ കാരണം, ഞാനൊക്കെ മുമ്പ് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ. എന്തെന്ന് കേട്ടാൽ കുന്തെന്ന് പറഞ്ഞ് മിച്ചം ഉണ്ടാകുന്ന കേൾക്കുന്ന. ഇപ്പോഴും ദേഷ്യം ഉണ്ടാകുന്ന കേട്ട ദേഷ്യമുണ്ട്. എന്നാലും പണ്ടത്തിനെ അപേക്ഷിച്ച് 100-ൽ നോക്കിയ ഒരു 20% ഇപ്പോൾ ദേഷ്യമുള്ള കേട്ടോ. 80% ഞാനങ്ങ് വിട്ടുകളഞ്ഞു. 80% വിട്ടുകളഞ്ഞ് പരദൂഷണം കേൾക്കാൻ പോകാറില്ല, കുന്നായ്മ പറയാൻ പോകാറില്ല, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു ഞാൻ തിരക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു 4-5 വർഷത്തിന് ശേഷമുള്ള ഇതാണ് കേട്ടോ. ഒരു 4-5 വർഷത്തിന് ശേഷം. മുമ്പൊന്നും അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഒരു 4-5 വർഷത്തിന് ശേഷം നമ്മൾ ഒരാളായിട്ട് കൂട്ടുകൂടി അവരോട് സംസാരിക്കാൻ പോകുമ്പോഴേ നമുക്ക് മറ്റുള്ളവരുടെ കാര്യം അവിടെ ചർച്ച ചെയ്യേണ്ടി വരുള്ളൂ. നമ്മൾ ഒന്നിനും പോകാതിരുന്നാൽ നമ്മളൊന്നും കാണുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. നമ്മളുടേതായ കാര്യങ്ങളായിട്ട് നിത്യവും പോകുന്നു. ഇപ്പോൾ ഒരു 2-3 വർഷം കൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. 2-3 വർഷമായിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം നമുക്ക് എൻ്റേതായ കാര്യങ്ങൾ പറയാൻ നിങ്ങളുണ്ട്. എന്നെ കാണാനും കേൾക്കാനും 10 പേരെങ്കിലും നിങ്ങളുണ്ട്. അപ്പം നമുക്കും അതൊരിതില്ല. നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഉടനെ ഫോൺ എടുക്കുക, നിങ്ങളോട് പറയാം. അതാണ് നമ്മൾ ആരെപ്പറ്റി. ഇപ്പം ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ബന്ധുവീട്ടിൽ പോകാറില്ല. മുമ്പൊക്കെ ആണെങ്കിൽ ചേച്ചി മക്കൾ 24 മണിക്കൂറും ജോലിയും കഴിഞ്ഞ് വന്നാൽ ഉറങ്ങുന്ന സമയം ജോലിക്ക് പോകുന്ന സമയം മാത്രമാണ്. ബാക്കി സമയമൊക്കെ ചേച്ചിയുടെ മക്കളെയും കൂടെയാണ്. ഇപ്പം ചേച്ചി എവിടെ, മക്കളെവിടെ, അവരെ പാടായി ഒന്നും. ഞാനുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാനോ അസൂയപ്പെടാനോ കുശുമ്പ് കൂടാനോ കുന്നായ്മ കൂടാനോ ഒന്നും സമയം കിട്ടില്ല. നമ്മളുമായിട്ടങ്ങ് പോവുക. അപ്പോൾ ഇത്രയൊക്കെ ഒന്നും ഇന്നത്തെ വിശേഷമാണ്. ഇന്നത്തെ എൻ്റെ അനുഭവത്തിലൂടെ ഇന്നത്തെ ദിവസം ഉണ്ടായ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. ഇപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ നടത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. എൻ്റെ മോൻ വിളിക്കുന്നുണ്ട് കേട്ടോ.